ലവ് ജിഹാദിന് ഇരയായി ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തപ്പെട്ട പെൺകുട്ടികളുടെ കഥ പറയുന്ന ദ കേരള സ്റ്റോറി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ തിയേറ്ററുകളിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് പ്രദർശനം തുടരുകയാണ്. എന്നാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ ആ സിനിമ കൃത്യമായ ഇടങ്ങളിൽ അത് പ്രദർശിപ്പിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. വിവിധ സിനിമാ തിയേറ്ററുകൾ ആ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ചില ഭീഷണികളുടെ സ്വരത്തെ പേടിച്ചുകൊണ്ട്, ചില ഭയപ്പെടുത്തലുകൾക്ക് വഴങ്ങിക്കൊണ്ട് വിവിധ തിയേറ്ററുകൾ ആ സിനിമ പ്രദർശിപ്പിക്കാത്ത സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഒരു സിനിമയെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾക്ക് സാധിക്കാതെ വരുന്നത്? കേരളത്തിൽ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ മാത്രം ഭയത്തിന്റെ സ്വരം എന്തുകൊണ്ടുണ്ടാകുന്നത്? പ്രതിഷേധത്തിന്റെ ശബ്ദം എന്തുകൊണ്ടാണ് ചില സിനിമകളിൽ മാത്രം ഉണ്ടാകുന്നത്? തിയേറ്ററിൽ ബഹിഷ്കരിക്കും, തിയേറ്ററിൽ ആക്രമണം അഴിച്ചുവിടുമെന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ ചില സിനിമയ്ക്ക് മാത്രം അത്തരം ഭീഷണി സ്വരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളം ഭയപ്പാടിന്റെ കേരള സ്റ്റോറിയിലേക്കാണോ നീങ്ങുന്നത്? ഈ വിഷയമാണ് ഇന്ന് ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്റെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഒപ്പം ശ്രീ ആന്റണി സച്ചിൻ. ദ ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ദ കേരള സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ ചർച്ചയായി. ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എത്രത്തോളം വിവാദങ്ങൾക്കാണ് തിരികൊളുത്തതെന്ന് അറിയാം. സോഷ്യൽ മീഡിയയിൽ, മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. എന്നാൽ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ വളരെ ചുരുക്കം ചില തിയേറ്ററുകൾ മാത്രമാണ് ആ സിനിമ അവരെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ചില സ്ഥലങ്ങളിൽ പോലീസിന്റെ സുരക്ഷയിൽ, എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ തന്നെ വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസിലായിരിക്കും ഒരു സിനിമ, അതിന്റെ വിഷയം എന്തുമായിക്കോട്ടെ, ഒരു സിനിമ കാണാനുള്ള ഒരു പ്രേക്ഷകന്റെ അവകാശത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് സിനിമകൾ, തിയേറ്ററുകൾ പിൻവലിക്കുന്നു. ഉള്ളടത്ത് തന്നെ പോലീസിന്റെ സുരക്ഷയിൽ, കാവലിൽ സിനിമ വരുന്നു. വല്ലാത്തൊരു ഗതികേടിലേക്കാണോ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം മുന്നോട്ട് പോകുന്നത്? അതിന്റെ ഒരു എക്സാമ്പിൾ ആണോ ഈ കേരള സ്റ്റോറി തിയേറ്ററിൽ ഇപ്പോൾ നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമയെ ചുറ്റുപറ്റി നടക്കുന്ന വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ? തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ പതുക്കെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്ന ആ അടുപ്പ് കത്താൻ തുടങ്ങുന്നതിൻ്റെ ഒരു അവസ്ഥയായിട്ട് വേണം, സൂചനയായിട്ട് വേണം നമ്മളിതിനെ കാണുവാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആരാ ഇതിനെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ഇവിടെ പൊതുസമൂഹം ഇതിനെ ഭയപ്പെടുന്നു എന്നതിനേക്കാൾ ഇതിനെ ഭയത്തോടെ നോക്കിക്കാണുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. അതിനകത്ത് ഇന്ന വിഭാഗം എന്നൊരു മാറ്റമില്ല, ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഇന്ന പൊളിറ്റിക്കൽ സിസ്റ്റം എന്നൊരു മാറ്റമില്ല. എല്ലാവരും ഇതിനെ ഭയങ്കര ഭയപ്പാടോടെ കാണുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയം വരുമ്പോൾ അതിനെ മാത്രം ഭയപ്പാടോടെ നോക്കുകയും, മറ്റ് കേരളത്തിലെ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂസ് വരുമ്പോൾ അതിനെ ഒരു വളരെ ലാഘവത്തോടെ കാണുകയും ചെയ്യുന്ന മനോഭാവത്തെയാണ് ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. ആ വിലയിരുത്തലുമാണ് ഇതിൻ്റെ ട്രെയിലർ ഇത്രമാത്രം പോപ്പുലറൈസ് ചെയ്യപ്പെടാൻ വേണ്ടി കാരണമായേക്കുന്നത്. അപ്പം ആ സൂചന തിരിച്ചറിയാൻ ഇപ്പോഴും ആർക്ക് പറ്റുന്നില്ല? നമ്മുടെ നേതാക്കന്മാർക്ക് പറ്റുന്നില്ല, രാഷ്ട്രീയ നേതൃത്വത്തിന് പറ്റും. ജനം മനസ്സിലാക്കി തുടങ്ങി, ജനം വസ്തുതകളിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ജനം ഇവരുടെ ഓരോരുത്തരുടെയും കപട മതേതര നിലപാടുകളെ മനസ്സിലാക്കി അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും ചിന്തിക്കാനും തുടങ്ങി. അത് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് 2 മിനിറ്റ് താഴെ ട്രെയിലർ കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടുകളിലെ പൊള്ളത്തരം, കപടത, എന്താ സംശയം, നിലപാടുകളിലെ ക്ലാരിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു പക്ഷം മാത്രം ചേർന്ന് ആ പ്രശ്നത്തിന്റെ ആശങ്കകൾ മാത്രം ചർച്ച ചെയ്യുന്ന പൊള്ളത്തരം, ഇതെല്ലാം കേരളത്തിന് മനസ്സിലായി. എന്താ സംശയം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അവിടെ അതിനടുത്തൊരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിലെ ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു, കേരള സ്റ്റോറി കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇറങ്ങി അന്നാണ്. കേരള സ്റ്റോറി കണ്ടില്ല. അതൊന്നും കാണേണ്ടതല്ലേ? നിങ്ങളെപ്പോലുള്ള യുവാക്കന്മാർ കണ്ടില്ലെങ്കിൽ പിന്നെ ആരാ കാണുന്നത്? നിങ്ങളൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. കുറേ യവന്മാര് ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കുക, നമ്മളെ ഓരോരുത്തരെയും കീറിമുറിക്കുക, ചിന്നിപ്പിക്കുക, ഭിന്നിപ്പിക്കുക, ഇതിനു വേണ്ടി നടത്തുന്ന ഗൂഢശ്രമമാണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ലേ? ശരിക്കും അവരെന്താ ചെയ്യേണ്ടത്? ഇത് കണ്ട് ബോധ്യപ്പെട്ട് ഇതിനകത്ത് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുക, നന്മയില്ലെങ്കിൽ ഇത് എതിർക്കുകയും ചെയ്യണം. ഒരു ട്രെയിലർ വന്നു എന്നതിൻ്റെ പേരിൽ ഒരു സിനിമയെ മൊത്തം എതിർത്തുകൊണ്ട് സുപ്രീം കോടതി വരെ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സുപ്രീം കോടതി വരെ ഒരു കുഞ്ഞു സിനിമയുടെ പേരിൽ അത് അവിടുന്ന് ഹൈക്കോടതിയിലേക്ക് വരുന്നു, ഹൈക്കോടതി നിപ്പിനെടുത്ത് വലിച്ചെറിയും. മാത്രമല്ല ഇതെല്ലാം കൃത്യമായി കേസ് കൊടുക്കാനും ഈ സംവിധാനങ്ങളെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ നിമിഷങ്ങൾക്കുള്ളിലാണ് കേസുകൾ കൊടുക്കുന്നത്. അത് വളരെ വേഗമാണ് കോടതിയിൽ വരുന്നത്. അതിന് തീർപ്പ് കൽപ്പിക്കുന്നത് ഈ നിലയ്ക്കാണെങ്കിൽ പോലും വളരെ സംഘടിതമായ ഒരു സിനിമ
അതിന്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ ഇതിന് എങ്ങനെ നിയമവശം കാണണമെന്ന് വരെ സംഘടിതമായ ഒരു ശ്രമം അവിടെ നടക്കുന്നുമുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ഇതിനും അപ്പുറത്തെ കോടതി പോകേണ്ട വലിയ വിഷയങ്ങൾ ഇവിടെ നിൽക്കുക. ജനത്തിന് വേണ്ടി, ജനത്തിന് ആഹാരം കഴിക്കാൻ, ജനത്തിന് നിലനിൽപ്പിന് വേണ്ടി, അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി പോയി വിധി മേടിക്കേണ്ട ധാരാളം ഇഷ്യൂസ് ഇവിടെ നിൽക്കുന്ന കൃത്യമായ നിലപാടുകൾ അല്ലെങ്കിൽ അതിനൊരു ഫാസ്റ്റ് ആയ ഒരു ആക്ഷനിലേക്ക് വരുന്നില്ല. അവിടെയാണ് നമ്മൾ ഇവരുടെ കപടത്തെയെ നമ്മൾ അവർ ശരിക്കും മുഖംമൂടി മാറി അവരെല്ലാം പുറത്തു വന്നു. അവരുടെ ലക്ഷ്യം എന്താണ്, അവരാരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത് പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെട്ടു. അതിന് ഈ സിനിമ ഒരു കാരണമായി. ആന്റണി സച്ചിൻ, ഇപ്പൊ ലവ് ജിഹാദ് എന്ന ഒരു ടേം തന്നെ, അല്ലെങ്കിൽ അത് എപ്പോഴാ ടേം ഉപയോഗിച്ചാലും അതിനെതിരെ ആക്രമണം ഉണ്ടാകും. നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു വാക്ക് പ്രയോഗിച്ചപ്പോൾ തന്നെ അഭിമന്യ പിതാവിനെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നു, അതിനെ വിമർശിക്കുന്നു, അതിനെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ആക്രമിക്കുന്നു. ഇപ്പോഴും ആക്രമണം തുടരുന്നു. അതൊരു പ്രസംഗമായിരുന്നു, അതൊരു ടെക്സ്റ്റ്, അതൊരു ശബ്ദമായിരുന്നു, അതൊരു ആശയമായിരുന്നു. ദീപിക ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വർഷങ്ങളായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത് അനുഭവങ്ങൾ കൃത്യമായി നമ്മൾ ഡോക്യുമെന്റ് ചെയ്താൽ അതെല്ലാം ഒരു വാക്കും ഒരു ടെക്സ്റ്റും ഒക്കെയാണ്. പക്ഷേ ഇതിന് ദൃശ്യത്തിന്റെ ഒരു മികവ് കൊടുത്തപ്പോൾ, ഇതിനെ ദൃശ്യമായി മാറിയപ്പോൾ, വർഷങ്ങളായിട്ട് നമ്മൾ പലരും പറഞ്ഞ വിഷയത്തെ ഒരു ദൃശ്യമായി മാറ്റിയപ്പോൾ ആ വിഷ്വൽ ഇമ്പാക്റ്റിനെയാണോ ഇവർ ഭയക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർ ഭയക്കുന്നത്? എങ്ങനെയാണ് അതിനെ അങ്ങ് നോക്കിക്കാണുന്നത്? ഞാൻ ഇതിനെ നോക്കുമ്പോൾ മറ്റേത് നമ്മൾ ഇതിനോട് ഈ വിഷയത്തെ ഗൗരവമായി കണ്ടിരുന്ന കുറേ ആളുകൾ വളരെ ഗൗരവമായിട്ട് ചർച്ചകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ നമ്മുടെ മുമ്പിൽ ഈ കുറേ ആളുകളുടെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വലിയൊരു ക്യാൻവാസിൽ ഇതിനെ കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു പിക്ചർ, ആ പിക്ചറിൽ ക്ലാരിറ്റി കൂടുതലാണ് എപ്പോഴും ഒരു വിഷയത്തിൽ. അതിപ്പോൾ ഏത് വിഷയമാകാട്ടോ, ഇത് മാത്രമല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാലും, ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചാലും, ഗാന്ധി എന്ന് പറയുന്ന ഫിലിം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് ഭയങ്കര വലുതാണ്. അപ്പൊ സിനിമയുടെ ഒരു പ്രത്യേകത, സിനിമ എന്ന് പറയുന്ന ആ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര ആ രീതിയിലൊരു കഴിവ് അതിനുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ആൾക്കാർക്ക് കൂടുതൽ കിട്ടുന്നു. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോക്കുമ്പോഴത്തേക്ക് അതിനൊരു എഡ്യൂക്കേഷണൽ അവയർനെസ്സിന്റെ തലങ്ങൾ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു ലേഖനം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ ചാനലുകൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിനേക്കാളും ഏറെ കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് പതിയാനായിട്ട്, ഈ വിഷയത്തിന്റെ ഗൗരവം പതിയാനായിട്ട് തീർച്ചയായിട്ടും ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നു. ഈ സിനിമയിൽ കേരളത്തിൽ വർഷങ്ങളായി നടക്കുന്ന സംഘടിതമായ ഒരു ചതിയുടെ കഥ, അത് കേരളത്തിൽ ഉള്ളവർക്ക് മാത്രമല്ല ഒരു നാഷണൽ ലെവലിൽ അതിന് ഒരു ദൃശ്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ആ ചിന്തയെ ദൃശ്യമാക്കി മാറ്റുന്നു. അപ്പൊ ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിനൊരു വലിയ ആരോപണം വരുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രൊപ്പഗാണ്ടയാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രൊപ്പഗാണ്ട മെഷീനറി ആയിട്ട്, അതായത് ഗീബൽസിനോടൊക്കെയാണ് ആളുകൾ ഇതിനെ ഉപമിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രൊപ്പഗാണ്ട സിനിമയാണിത്. പക്ക രാഷ്ട്രീയമാണ്. ഇലക്ഷനുകൾ വരുന്നു, അതിനെ നേരിടാൻ വേണ്ടിയുള്ള ഇതാണ്. അതിന് കേരള സ്റ്റോറി എന്നൊരു പേര് കൊടുത്തു, അല്ലെ സിറിയ സ്റ്റോറി എന്നൊരു പേര് കൊടുത്തിരുന്നെങ്കിൽ അതൊരു പ്രശ്നമല്ലായിരുന്നു എന്ന് വരെയാണ് വാദങ്ങൾ പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനൊരു പ്രൊപ്പഗാണ്ടയായിട്ടും കാണുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യവുമുണ്ട്, അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ, പിണറായി വിജയൻ തന്നെ പറഞ്ഞല്ലോ, 100ഓളം പേര് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടുന്ന് പോയ ഒരു കണക്കൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. IS ചേർന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് അഡ്രസ് ചെയ്യുന്ന കണക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കാണ്. അതെ 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 അതെ. അപ്പൊ എന്തായാലും അങ്ങനെയുള്ളവരെ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു, അതിന്റെ ആ പോയിരിക്കുന്ന റൂട്ട് എന്താണ്, അതിന്റെ പ്രോസസ് എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും അതിനൊരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റോറി അവിടെ കിടക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് അതിനെക്കുറിച്ചൊരു പിക്ചർ, അതൊരു പിക്ചറൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൽ ആൾക്കാർ കാണുന്നുണ്ട്. എന്താ കുഴപ്പം? ആ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിത്രം വരുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആവിഷ്കാരം നടത്തിയതുകൊണ്ടോ യാതൊരുവിധ പ്രശ്നമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം അവിടെ ഒരു റിയാലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഗവൺമെന്റ് അംഗീകരിച്ച കാര്യമാണല്ലോ. പക്ഷേ
സിനിമ വരുമ്പോഴത്തേക്കും അതിനെ ചിലപ്പോ എക്സാജറേഷൻസ് എന്നൊക്കെ പറയുന്ന പല ഘടകങ്ങൾ വരാം. അതെ. നമുക്കറിയാലോ സിനിമ എന്ന് പറയുന്നത് ഡോക്യുമെന്ററി അല്ലല്ലോ. ഡോക്യുമെന്ററി ഡോക്യുമെന്ററി തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഡോക്യുമെന്ററി ഉണ്ട് അല്ലെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ? ഇതുമായി ബന്ധപ്പെട്ട് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഡോക്യുമെന്ററി ഉണ്ട്. നദിയയുടെ പുസ്തകം, അത് കൃത്യമായി ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണ്, ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയ പുസ്തകങ്ങൾ, ജീവിച്ച മനുഷ്യർ ഇവിടെയുണ്ട്. പക്ഷെ ഇതൊരു സിനിമയായി വരുമ്പോൾ മാത്രം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതിനകത്തെ ഈ സിനിമയുടെ ഇതിവൃത്തത്തെ ഇസ്ലാമിക സമൂഹത്തെ മൊത്തത്തെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചത് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഈ തീവ്ര നിലപാടുകാരും തീവ്രവാദികൾ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ അന്ന് എന്താ പറഞ്ഞേ? പോപ്പുലർ ഫ്രണ്ട് എന്ന വാക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഈ സിനിമയിലൂടെയും ഈ സിനിമയുടെ പുറകിലും പ്രവർത്തിക്കുന്നവരുടെ എല്ലാം തീവ്ര നിലപാടുകാരെയും തീവ്രവാദികളെയും മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. മുഖ്യമന്ത്രിയും നമ്മുടെ DGP ഒക്കെ പറയുന്നുണ്ട് 500-ലധികം പേരെ ഡീ റാഡിക്കലൈസ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളത്. അങ്ങനെ കൊണ്ടുവന്നത് ഒരു സമൂഹത്തെ മുഴുവൻ അല്ല കുറ്റപ്പെടുത്തിയത്, ഒരു പർട്ടിക്കുലർ അതിനകത്ത് തീവ്ര നിലപാടെടുക്കുന്ന ഗ്രൂപ്പുകളെയാണ്. ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ പോകുന്ന കുട്ടികളുടെ ചരിത്രത്തെ പറ്റി പഠിക്കുമ്പോഴും അതിനകത്ത് നമ്മൾ കാണുന്ന എൻ്റയർ കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി ഇവിടുത്തെ സമാധാനവും ഇവിടുത്തെ ശാന്തിയും എല്ലാം നഷ്ടപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, അതോടൊപ്പം മതതീവ്രത ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം മാത്രമാണ് ഈ തീവ്രവാദ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവർക്കെതിരെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈ മുഖ്യമന്ത്രിയും DGPമാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനെ എൻ്റയർ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഈ സിനിമയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു തീവ്ര നീക്കമാണ്, ഗൂഢനീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കേരള ഹൈക്കോടതിയുടെ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിൻ്റെയൊക്കെ പുറകിൽ മുടക്കിയ പൈസയുടെയും അധ്വാനത്തിൻ്റെയും ഒന്നും ഫലം നിങ്ങൾക്ക് കാണണ്ടേ എന്ന് ചോദിക്കേണ്ട ചോദ്യം. അതിനുശേഷം അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ തിയേറ്ററിൽ വലിയ പ്രതിസന്ധിയാണെന്നാണ് എല്ലാ സംഘടനകളും പറയുന്നത്. സിനിമ വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൽ. അപ്പോൾ ഇപ്പം അന്യഭാഷാ ചിത്രങ്ങളാണ് കേരളത്തിൽ അല്പമെങ്കിലും കളക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാശ്മീർ ഫയൽസിനേക്കാളും കളക്ഷൻ ഈ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇത് ഓവർടേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ തിയേറ്റർ ഇത് എടുക്കാത്തതിന്റെ കാരണം ഞാനിപ്പോൾ ശ്രദ്ധയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രത്തിൽ വാർത്ത എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ആളില്ല, അതുകൊണ്ട് കേരള സ്റ്റോറി പിൻവലിച്ചു. ഇങ്ങനെ വാർത്ത കൊടുപ്പിക്കുന്നവരെ കുറിച്ച് പോലും നമ്മൾ ആശങ്കപ്പെടേണ്ടതല്ല അഡ്വക്കേറ്റ് ജസ്റ്റിൻ. ഇങ്ങനെയാണ് വാർത്താ പത്രങ്ങളിൽ തിയേറ്ററിൽ ആളില്ല എന്ന് പറയുന്നത് എന്നൊരു. അപ്പൊ നമുക്കറിയാല്ലേ, നൂറുകണക്കിന് ആളുകൾ ഈ സിനിമ കാണാൻ പറ്റാത്ത, തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് സിനിമ കാണാൻ പറ്റാത്തത് കൃത്യമായി നമുക്കറിയാം. പക്ഷെ അങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ വ്യാഖ്യാനം പോലും അപകടമല്ലേ? നമ്മുടെ ഈ നാടിന്റെ നിലനിൽപ്പിന് വെച്ച് നോക്കുമ്പോൾ അപകടമല്ലേ? കാരണം എത്രയോ സിനിമകള് സെൻസർ ബോർഡിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് കോടതികളിൽ പോയി അത് പ്രദർശിപ്പിക്കലിനെ തടഞ്ഞ എത്രയോ സംഭവങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെയുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ കോടതി പോയിട്ടും അനുമതി നിഷേധിക്കാതെ പ്രദർശന അനുമതി കിട്ടിയ ഒരു സിനിമയുടെ പ്രചരണത്തെ, അതിൻ്റെ പ്രദർശനത്തെ തടയാനുള്ള സംഘടിത ശ്രമത്തെയാണ് കേരള സമൂഹം വളരെ ഭീകരതയോടെയും വേദനയോടെയും നോക്കിക്കാണേണ്ടത്. അതിൻ്റെ പുറകിലുള്ള സംഘടിത ശക്തികളെ കേരള സമൂഹം ഒന്നിച്ചെതിർക്കേണ്ടതുണ്ട്. അത് കേരളത്തിന് നന്മയ്ക്കല്ല. ഇത് മറ്റൊരു കാര്യം, കേരള സമൂഹത്തിൽ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. മുമ്പേ അനിൽ സച്ചിൻ പറഞ്ഞു അതിനെ പറ്റിയിട്ട്. വളരെ നാളുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു ദൃശ്യാവതരണം വരുമ്പോൾ ആ ദൃശ്യാവതരണത്തെ കാണാനുള്ള ആകാംക്ഷ ജനത്തിനുണ്ട്. അതിനുപരി ഇത് സെൻസർ ബോർഡിനെ പോലും ഒരു സെൻസർ ബോർഡ് എത്ര കാലത്തെ പഠനത്തിന് ശേഷമാണ് സെൻസറിങ് കൊടുക്കുന്നത്, അതിനെ പോലും ഒന്നും അല്ലാതാക്കുന്ന ഒരവസ്ഥ. തിയേറ്ററുകാര് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഇതിന്റെ പ്രദർശനാനുമതി വാങ്ങിയിട്ട് അവരെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയെ തീവ്രവാദം എന്ന് തന്നെ വേണം വിളിക്കാനെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നാളെ നമുക്ക് നടക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് പോലീസ് പ്രൊട്ടക്ഷനോടെ മുഴുവൻ ബോഡി പോലും ചെക്ക് ചെയ്ത് പോലീസുകാർ തിയേറ്ററിലേക്ക് ആളെ കയറ്റിവിടുന്ന ഒരു ഭീകരമായ അവസ്ഥ. ഇത് നാളെ ഒരു വട്ടം കൂടെ ആവർത്തിച്ചാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും?
ഒരു സെറ്റ് ഓഫ് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനേ പറ്റില്ല. ഒരു സെറ്റ് ഓഫ് വിഷയങ്ങളിൽ സിനിമ എടുക്കാൻ പറ്റില്ല. അത് എടുത്താൽ തന്നെ അത് നിരോധിക്കും, നിയന്ത്രിപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ട് അത് പ്രതിഷേധത്തിന്റെ സ്വരം അത് മുഴങ്ങി കേൾപ്പിക്കും. ഇതാണ് നമ്മുടെ ഒരു പൊതു ഇത്. ഞാൻ ശ്രീ ആന്റണി സച്ചിൻ, എൻ്റെ ഒരു സംശയം ഇതാണ്. ഇപ്പം നമ്മളിത് സിനിമ വരുന്നതിന് കേരള സ്റ്റോറി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇത് കേരളത്തിന്റെ ഇമേജിനുണ്ടാക്കുന്ന ഒരു പ്രശ്നം, അതൊരു പ്രശ്നമാണെന്നുള്ള വാദത്തെ എങ്ങനെയാണ് കാണുന്നത്? കേരള സ്റ്റോറി എന്നാണ് പറയുക. ഇപ്പൊ ഇതൊരു നോർത്ത് ഇന്ത്യയിൽ ഇത് വരുമ്പോൾ അതിനെ ഒരു കാശ്മീർ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ കാശ്മീരിനെയാണ് പറഞ്ഞിട്ടുണ്ടാകുക ഒരു കാലം വരെ. ഇപ്പോഴും അത് തന്നെ കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞു. അപ്പം അത്രമാത്രം പ്രശ്നമായ ഒരു സ്ഥലമാണോ കേരളം എന്ന ചോദ്യം ഒരു സാധാരണക്കാരൻ ഉണ്ടാകത്തില്ലേ? കാരണം കാശ്മീരിലെ പോലെയുള്ള വെടിയൊച്ചകളൊന്നും നമ്മൾ ഇവിടെ നാട്ടിൽ കേൾക്കുന്നില്ല എന്നതാകാം ഇതിന്റെ ഒരു വാദം. അങ്ങനെ നോക്കുമ്പോൾ ഈ കേരള സ്റ്റോറി എന്ന പേരിടുന്നത് തന്നെ ഒരു ഉത്തരേന്ത്യൻ ലോബിയുടെ കൃത്യമായ അജണ്ടയാണെന്നും അത് കേരളത്തെക്കുറിച്ച് കൃത്യമായി കേരളത്തെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ആ പേരിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്തരം പ്രതിഷേധം ഉണ്ടാകുമെന്ന്. ഇതൊക്കെ ഒരു ന്യായമായ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ന്യായമല്ല. കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? നമ്മുടെ കുട്ടനാടും നമ്മുടെ ആലപ്പുഴയും അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള കായലും ബീച്ചും ഒക്കെ ഒരു ചിത്രമായി വരുന്നതാണ് നമ്മൾ പൊതുവെ കേരള സ്റ്റോറി. അല്ലെങ്കിൽ നമ്മളിപ്പം എല്ലായ്പ്പോഴും ജസ്റ്റ് നമ്മളിപ്പം കാണുന്ന പോലെ ഈ മതമൈത്രിയാണല്ലോ, ഹിന്ദു ചിത്രവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങളെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഒരു പൊതു കേരള സ്റ്റോറി എന്ന നിലയിൽ കാണുന്നത്. അങ്ങനെയാണ് ഇന്ത്യയും ലോകമൊക്കെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചക്കിടയിൽ ഒരു തീവ്രവാദത്തിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു സിനിമ വരുമ്പോൾ അത് കേരളത്തിന് ഒരു അപമാനമാണ് എന്ന് വാദിക്കുന്നതിനെ നമ്മൾ അതിനെ അവരുടെ ചോദ്യം ന്യായമല്ലേ? രണ്ടുപേരോടും മനസ്സിലായി. നമുക്കൊരു റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100ഓളം പേര് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സിറിയയിലേക്കൊക്കെ ഐസിസിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഒരു ചെറിയൊരു വിഷയമാണെന്ന് നമ്മൾ വിചാരിക്കുക തൽക്കാലം. ആ ഒരു ചെറിയൊരു വിഷയത്തിൽ ഒരു ചിത്രം എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചെയ്തിരിക്കുന്ന കാര്യം. അതിനൊരു ടൈറ്റിൽ ഇട്ടു, കേരള സ്റ്റോറി എന്ന് ഇട്ടു. അപ്പോൾ ആ ടൈറ്റില് തന്നെ ഈ പറയുന്നത് നമ്മുടെ ഇവിടെ ഈ ഒരു വിഷയം മാത്രമാണ് നടക്കുന്നുള്ളൂ അതേസമയം വേറെ ഒന്നും നമ്മൾ കേരളത്തിലുള്ളവർ വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ലെന്നും നോർത്ത് ഇന്ത്യക്കാർ അങ്ങനെ ഇനി മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. മനസ്സിലായില്ല? കാരണം നമ്മൾക്കറിയാം, മറ്റുള്ളവർക്ക് അറിയാവുന്ന നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ മികവുറ്റ വിദ്യാഭ്യാസത്തിനെയും ആതുര സേവന രംഗത്തുള്ള നമ്മുടെ വളർച്ചയും എല്ലാ രീതിയിലും, പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലൊക്കെ നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നതാണ് അല്ലേ? അന്യ സംസ്ഥാനങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിന്റെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ സംസ്ഥാനത്തെ യാതൊരുവിധ അത്തരം കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ പോയിട്ടില്ല സത്യത്തില്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ഒരു കൊറോണ കാലഘട്ടത്തിൽ പോലും അന്യ സംസ്ഥാനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും നമ്മൾ വളരെ മികവുറ്റ് നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. പക്ഷേ ഇതിന്റെ അകത്ത് നടന്നിരിക്കുന്ന അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ന്യൂനപക്ഷ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം വന്നിരിക്കുന്ന ആ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യുന്നതാണ് ഈ സിനിമ. ജസ്റ്റിന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഞാനത് കണ്ടു. അതായത് നമുക്ക് അപമാനം ഉണ്ടാകുന്നത് ഒരു സിനിമയുടെ പേര് മാത്രമാണോ എന്ന് ചോദിച്ച് ജസ്റ്റിന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും എനിക്കൊന്നു എന്താണ് അതിനെ കൂട്ടിച്ചേർത്ത് ഞാൻ ഇതിനോട് ഇപ്പൊ ചോദിച്ച ചോദ്യവും ആന്റണി പറഞ്ഞതിനോടും ചേർത്ത് പറയാനുള്ളത്, ഈ അടുത്ത കാലത്തൊരു സിനിമ ഇറങ്ങി, വൻ വിജയം നേടിയൊരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന നാർക്കോട്ടിക് ആ വലിയ ബിസിനസ്സിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരും വേണ്ടിയോ? ഒരാളും വേണ്ടിയില്ല. അതിലൂടെ കേരളത്തിന്റെ അത് മിണ്ടാതിരിക്കുമ്പോൾ എന്താ, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അതിലൂടെ കേരളത്തിന്റെ മാനമൊന്നും പോയില്ലേ? അതേപോലെ തന്നെ ഞാൻ തന്നെ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. കോടതി വരാന്തയിൽ നിന്നും ഈ കുറുക്കന്മാരും ചെന്നായ്ക്കളും ഒക്കെ വീട്ടിലെ കോഴിക്കൂട്ടി വന്ന് കോഴിനെയൊക്കെ കടിച്ചു പറിച്ച വിടവിലൂടെ കൊണ്ടുപോകുന്നത് പോലെ ഈ അമ്മമാര് പെറ്റു വളർത്തിയ കുഞ്ഞുങ്ങളെ ഈ കോടതി വരാന്തയിൽ നിന്ന് വിളിച്ചു പറക്കി കൊണ്ടുപോയി അവരെ മസ്തിഷ്ക ക്ഷാളനമൊക്കെ നടത്തി അവരെ അങ്ങോട്ട് മാറ്റിയിട്ട് അവരുടെ മുമ്പിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അമ്മമാര് നിലവിളിക്കുന്ന നിലവിളി ഉണ്ടല്ലോ, അത് എത്രയോ സമയങ്ങളിൽ നമ്മുടെ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഇന്റർനാഷണൽ മീഡിയാസ്, നാഷണൽ മീഡിയാസ്, BBC പോലും ചർച്ച ചെയ്തു. അന്നൊന്നും പോകാത്ത എന്ത് മാനവ ഒരു സിനിമ ഇറക്കി പോകുന്നത്?
അതായത് ലവ് ജിഹാദ് ഇരയായിട്ടുള്ള പെൺകുട്ടികളായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങ് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ലവ് ജിഹാദ് അങ്ങേക്ക് നേരിട്ട് അറിയാവുന്ന കേസുകൾ കോടതി വരാൻ എന്തേരെ പിടിച്ചു പറിച്ചു പോകുന്നു. എന്തേരെ കോടതികളിൽ നിന്ന് അമ്മമാര് കണ്ണുനീരോടെ 10, 18, 19, 20 വർഷം പൊന്നുപോലെ വളർത്തിയത് നിങ്ങൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് നിസ്സഹായരായിട്ട് കണ്ണീരോടെ നിലവിളിച്ചു പോകുന്ന കാഴ്ച, അത് ഈ കേരള സമൂഹത്തിന് ഉണ്ടാക്കുന്ന അപമാനമൊന്നുമില്ലേ? അതിനെ പറ്റിയിട്ട് കേരള സമൂഹത്തിന് വേദനയില്ലല്ലോ. 2, ഈ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള എത്രയോ പേര്, ഈ കാസർഗോഡുകാരനൊരു ഡോക്ടറൊക്കെ ഈയിടയ്ക്ക് പോയി പല രാജ്യങ്ങൾ പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിച്ച വാർത്ത ലോകമാധ്യമങ്ങളും ഇന്റർനാഷണൽ മീഡിയാസും ഒക്കെ അങ്ങനെ ഇന്ത്യ എന്ന കേരളത്തിലെ മഹാസംസ്ഥാനത്ത് നിന്ന് ഒരാൾ ഇവിടെ വന്ന് പൊട്ടിത്തെറിച്ചു. അതും വെറുതെ 7ാം ക്ലാസ്സുകാരനും 4ാം ക്ലാസ്സുകാരനൊന്നുമല്ല, ഡോക്ടർ, MBBS ഡോക്ടർ, എഞ്ചിനീയർ ഒക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നാണക്കേടൊന്നുമില്ല ഇവിടെ. അവർക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന രീതിയിൽ പരിശീലനം കൊടുക്കുന്ന ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പുറം ലോകം നമ്മളോട് പറയുമ്പോൾ ഒരു മലയാളിയെ എൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്, ഇതിലും വേദനിക്കുന്നുണ്ട്. അന്നൊക്കെ ഞാൻ ആ ഫേസ്ബുക്കിനകത്ത് പറഞ്ഞൊരു ടൈമും കൂടെ ഞാൻ ഉപയോഗിക്കാം. അന്നൊക്കെ ഇതൊക്കെ കണ്ടിട്ട് പ്രതികരിക്കാതെ നിൽക്കുന്ന നമ്മളെ ഈ കേരളത്തിലെ ഈ അടുത്ത കാലഘട്ടം വരെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒന്നിച്ച് ജീവിക്കാൻ ഇവിടുത്തെ എല്ലാ മതങ്ങളെയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ നാടിനെ മതത്തിൻ്റെ പേര്, ജാതിയുടെ പേര് വെട്ടിമുറിച്ച് മതവിദ്വേഷം വളർത്തി മത തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളെ പേറേണ്ടി വരുന്നതിനേക്കാളും വലിയ നാണക്കേടൊന്നും ഈ സ്റ്റോറിയിലൂടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. പേരുകൂടെയും വരാനും പോകുന്നില്ല. മാത്രമല്ല ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വലിയ UN റിപ്പോർട്ടുണ്ട്. UN 2020 26 റിപ്പോർട്ട് എന്താ പറയണേ? അതിനകത്ത് കേരള എന്ന പേര് എടുത്തു പറയുന്നുണ്ട്, കേരള. അതുപോലെ ഇന്ത്യയുടെ തന്നെ നാഷണൽ ടെററിസം പോർട്ടലിൽ ഒരു 60ലധികം കേസുകളാണ് കിടക്കണേ ഈ കേരളത്തിലെ ടെററിസവുമായി ബന്ധപ്പെട്ടിട്ട്. അതൊന്നും നമുക്ക് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത്രയും കേസുകൾ ഉണ്ട് എന്ന് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറയുമ്പോഴായിരിക്കും ഒരു പക്ഷേ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇത് നമ്മളെ അറിയിക്കാതിരിക്കുന്നത് അതും ആരുടെ അജണ്ടയാണ്? ഇത്തരം വിഷയങ്ങൾ പത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ ചെറിയ കോളങ്ങളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തെ തീവ്രവാദത്തെ കുറിച്ച് ഒരു ആശങ്ക പ്രകടിപ്പിച്ചതായിട്ട് എന്റെ അറിവിൽ ഇല്ല. ഉണ്ടോ? ശേഷം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറയുന്നുണ്ടോ തീവ്രവാദത്തെ നമ്മൾ ചെറുക്കണം. ഇപ്പൊ എന്തിന്? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ട്രെയിൻ കേസ് ഉണ്ടായി. ട്രെയിൻ 1 മാസം കഴിഞ്ഞിട്ടും അത് ചർച്ച ചെയ്യാൻ പാടില്ല. അതിനകത്ത് ഒരു സസ്പെക്റ്റും അത് കണ്ട ആളുകൾ തീവ്രമായ ആശയങ്ങളിൽ ആകർഷണമായിരുന്നുവെന്ന് പോലീസ് തന്നെ സമ്മതിക്കുമ്പോൾ പോലും അത് അടഞ്ഞ അധ്യായമാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരെ ഒന്നും ഒരു വലിയ ആലോചിക്കുക, കേരള ചരിത്രത്തിൽ തന്നെ വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസാണ് ട്രെയിൻ തീവെപ്പ് കേസ്. ഇങ്ങനെ വരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ കേസാണ്. ഇന്ത്യയിലാണ്, കേരളമല്ല, ഇന്ത്യയിൽ തന്നെ ഒരു റെയറസ്റ്റ് ആയ കേസാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ പോലും പൊതുസമൂഹം ഇത് ഞെട്ടൽ രേഖപ്പെടുത്താനുള്ള കാരണം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും തന്നെയല്ലേ സച്ചിൻ? ശരിയാണ്. കാരണം എനിക്ക് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഒരു ആകുലത ഉണ്ടായത് സത്യത്തിൽ ശ്രീലങ്കയിൽ നടന്ന ഒരു ഈസ്റ്റർ സമയത്തുള്ള ബോംബ് അറ്റാക്കാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, സത്യത്തിൽ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു അറ്റാക്ക് നമ്മുടെ പള്ളിയിൽ ആയിരുന്നെങ്കിൽ എത്ര പേര് ഞാൻ പറയണ അങ്ങനെ ഒരു പലപ്പോഴും ഞാൻ ചില പള്ളിയിൽ വളരെ തിരക്കുള്ള പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇത് ചിന്തിക്കാറുണ്ട്, ഇവിടെ എന്ത് സുരക്ഷയാണോ ഉള്ളത്? നമ്മൾ പോകുന്ന കാര്യം എത്രയോ പേര് ബാഗും തൂക്കി വരുന്നു. ഇവരാരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ എത്രയോ പള്ളി പെരുന്നാളുകള്, ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആർക്കും ഈ ഒരു ബാഗിൽ കൊണ്ടുവന്നിട്ട് ബോംബ് വെച്ച് തകർക്കാവുന്ന ഒരു സ്ഥലമാണ് ഇതും. ഇപ്പൊ ശ്രീലങ്കയും കേരളവും തമ്മിൽ വലിയ ദൂരമില്ലെന്നുള്ളത് വളരെ ക്ലിയർ ആണത്. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ നടന്നിട്ടില്ല എന്നത് ലിസ്റ്റിലുണ്ടായിരുന്നു. ബോംബ് വെക്കേണ്ട ലിസ്റ്റിൽ കേരളത്തിലും അതിന്റെ ആസൂത്രണം നടന്നിട്ടുണ്ട്. കേരളം പോലും ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കി. അതെ. അപ്പോ അങ്ങനെ നമ്മുടെ അയൽ രാജ്യത്ത് അങ്ങനെ ഇത്രയും പേര് മരണപ്പെട്ട ഒരു ബോംബ് സ്ഫോടനം, അത് ഇത്രത്തോളം ഒരു മത തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തന്നെ അവിടെ നിന്നും നമ്മൾ പഠിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ഈ പോയിരിക്കുന്ന ആളുകൾ മറ്റൊരു തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി അന്യരാജ്യത്ത് പോയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ മറ്റാളുകൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി കുറെ പേര് കൊല്ലപ്പെടാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പൊ അത്രത്തോളം നമ്മൾ ഈ കൂട്ടം കൂടുന്ന സ്ഥലത്ത് പോലും അത്രത്തോളം കാര്യങ്ങളൊക്കെ സംഭവിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് സുരക്ഷ അത്രത്തോളം ഒരുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
ഈവൻ പള്ളികളിലാണെങ്കിലും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ പള്ളികളിൽ ഇത്രത്തോളം തിരക്ക് വരുമ്പോഴത്തേക്ക് ഒരു പള്ളി, അതെ, അവിടെ ആയിരങ്ങളാണ് ദിവസം വരുന്നത്. അതെ, നമുക്കറിയാം ഒരു ചെക്കിങ്ങിന്റെ ഇല്ല, അതൊരു ഒരു ചെക്കിങ്ങും ഇല്ലല്ലോ, ഒരു ചെക്കിങ്ങും ഇല്ല. വരുന്ന പള്ളികളിലൊന്നാണ്. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ പലപ്പോഴും ചില ആളുകൾ ബാഗും പിടിച്ചിട്ട് വരുമ്പോഴത്തേക്കും, ഒരു ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും, ഞാൻ ആ ശ്രീലങ്കയിൽ നടന്ന ആ ഒരു പ്രേക്ഷകർ പേടിച്ചു പോവോ? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയണ ഇതില്ലാത്ത, അപ്പൊ നമ്മൾ എന്ത് കണ്ടാണ് ഇവിടെ ഇതെല്ലാം സുരക്ഷിതമാണെന്ന് വിചാരിച്ചിരിക്കുന്നത്? അപ്പൊ ഞാൻ പറയണത് നമ്മള് സുരക്ഷയെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറെ കൂടി ഗൗരവത്തോടുകൂടി കാണേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ചർച്ച പോലും എനിക്ക് തോന്നുന്നു ദൃശ്യ മാധ്യമങ്ങളിൽ നിന്നല്ല, ഒരു വ്യക്തി ഒരു പബ്ലിക് സ്പേസിൽ ആദ്യമായിട്ടായിരിക്കും. ഇത് സഭ ചിന്തിക്കേണ്ടതാണ്, ദേവാലയങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇത് കാത്തലിക്കായ ഒരു കോണ്ടെക്സ്റ്റ് മാത്രമല്ല, പൊതുസമൂഹം, ഗവൺമെന്റ്, എനിക്ക് തോന്നുന്നില്ല ഇത്തരം വിഷയങ്ങൾ നമ്മൾ ആ നിലയ്ക്ക് ഒരു ചർച്ച പോലും തുറന്ന രീതിയിലുണ്ടായി. അറ്റ്ലീസ്റ്റ് ഞാൻ പറയണത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ചർച്ചസിലേക്കൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്കും അതിനെ ഇപ്പൊ ഞാൻ പറയുന്ന നല്ല ജനത്തിരക്കുള്ള ഒരു സമയം വളരെ സുരക്ഷയുടെ കാര്യത്തിൽ ശ്രമിക്കണം. പ്രത്യേകിച്ച് പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സമയങ്ങളിൽ സുരക്ഷയെക്കുറിച്ച് ചോദിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്ത് സുരക്ഷയാണ് നമുക്ക് ഇവിടെ ഉള്ളത്? അപ്പൊ നമുക്കൊന്നും നമുക്ക് ഇത് പ്രതീക്ഷിക്കണം. ഞാൻ പറയും ഇങ്ങനെയൊക്കെ അറ്റാക്കുകൾ വരാം എന്ന് പ്രതീക്ഷിക്കണം. ഇനി ഗവൺമെന്റ് ഇന്റലിജൻസുകാർ ഇത് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് അവർ അറിഞ്ഞില്ല എന്നൊക്കെ കേട്ടില്ലെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വെച്ച് നോക്കുമ്പോഴേ, അതായത് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവരിവിടെ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുമായിട്ട് ചില ഫിലിംസും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ സിനിമ ഒരു ബോധവൽക്കരണത്തിന്റെ ടൂളായിട്ട് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഫലം ചിലപ്പോൾ ഇന്നോ നാളെയോ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ടായിരിക്കും കിട്ടുന്നത്. ശരിക്കും നല്ലൊരു ബോധവൽക്കരണം കിട്ടിയൊക്കെ വരുമ്പോൾ, എന്നാലും അനേക കാര്യങ്ങൾക്ക് ചില സൂചനകൾ കിട്ടും, ചില ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പനി വരുമ്പോൾ മൂക്കുചീറ്റലും ഒക്കെ വരുന്ന പറഞ്ഞ പോലെ അങ്ങനെ ചില മൂക്കുചീറ്റലുകളൊക്കെ വരുമ്പോൾ ഇത് എവിടെയൊക്കെയോ ആരൊക്കെയോ തോണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത ജനത്തിന് വരാൻ, അതും അല്ലെങ്കിൽ ഇപ്പോൾ നിതിൻ പറഞ്ഞ പോലെ ബാഗുമായിട്ട് തൂക്കി വരുന്നയാളെ ഒന്ന് വാച്ച് ചെയ്യാൻ, ഇപ്പൊ ആന്റണി സച്ചിൻ വാച്ച് ചെയ്യുന്നത് പറഞ്ഞ പോലെ ഒന്ന് വാച്ച് ചെയ്യാൻ, തങ്ങളുടെ പെമ്മക്കളുടെ അടുത്തേക്ക് പല രീതിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നവരെ ഒന്ന് നിരീക്ഷിക്കാൻ മാതാപിതാക്കന്മാരെയും സമൂഹത്തെയും പ്രേരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയെ കാണാൻ പോകുമ്പോഴാണ് ഇത് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ ഉള്ളൊരു വിഭാഗീയതയോ വിദ്വേഷമോ ഒക്കെ വിളമ്പുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതിനൊരു ബോധവൽക്കരണത്തിന്റെ തലത്തിലേക്ക് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ല സിനിമയാണ്. നമ്മുടെ സമൂഹം ഒന്നാകെ അരച്ചു കയറി കാണ്ട് അത് ബോധ്യപ്പെടേണ്ട സിനിമയാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ സിനിമയുടെ ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഒരു സിനിമ കൊണ്ട് ബോധവൽക്കരണം ഉണ്ടാവുമോ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? ഒരു സെറ്റ് സിനിമ ഉണ്ടാകുന്നു, ആ സിനിമ കൊണ്ട് ബോധവൽക്കരണം ഉണ്ടാവുമോ? സിനിമയ്ക്ക് അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയില്ല. സിനിമ കണ്ടു കഴിഞ്ഞ ആ സമയങ്ങളിൽ 1, 2, 3 ദിവസത്തേക്ക് അതിനെ കുറിച്ചുള്ള ചിന്തയെല്ലാം മനസ്സിൽ കിടക്കും. ഒരു ഹാങ് ഓവർ പോലെ ഉണ്ടാവും. നല്ല സിനിമയാണെങ്കിൽ അത് കുറെ കൂടി വൈകാരികമായിട്ട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലൊക്കെ കൂടി ഒരാഴ്ച അതിന്റെ ഇമ്പാക്ട് ഉണ്ടായേക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയം മറക്കും. അതാണ് പൊതുവെ നമുക്ക് എല്ലാവരും മറവിയുള്ളവരാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത വിഷയമായി അതിന്റെ പുറകെ പോകുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അനുദിനം പത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. എൻ്റെ ഞാൻ ഇതുവരെയും നമ്മൾ ഈ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ടോ? കാര്യം ഒരു സാമൂഹ്യ വിഷയമാണല്ലോ. ഇപ്പോൾ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഇഷ്ടംപോലെ കോളേജുകളിലുണ്ട്. ആരാണ് ഒരു പ്രബന്ധം അവതരിപ്പിച്ചിട്ട് അതിലൊരു ഡോക്ടറേറ്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഗൗരവപൂർവ്വം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടോ? ഈവൻ കാത്തലിക് കോളേജസ് ഇഷ്ടം പോലെയുണ്ട്. ഏത് കാത്തലിക് കോളേജിലെ ഏത് കാത്തലിക് കോളേജിൽ ഇത് സംസാരിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ്. അപ്പോ ഞാൻ പറയുന്നത് നമ്മള് വിഷയത്തെ ഒരു വാക്കായിട്ട് പോലും ടേം ആകണമെന്നല്ല,
ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം അതിൽ ടേമിൽ ചിലപ്പോൾ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പഠിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അതിന് കുറെ പരിശോധനകൾ നടത്തണം. അല്ലെ പുറമേ കണ്ടിട്ടെല്ലാം നിർണ്ണയിക്കാൻ അങ്ങനെ പറ്റുന്ന കാര്യമല്ല പല വിഷയങ്ങളും. സാമൂഹ്യപരമായ വിഷയങ്ങൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് സാമൂഹ്യപരമായ വിഷയങ്ങളെ സമീപിച്ച് പഠിക്കേണ്ട ഒരു പഠനം ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ടൊക്കെ ഇരുന്ന് പഠിച്ച് ഒരു റിപ്പോർട്ടോ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ പറയുന്നത് ഇവിടെയും നമ്മൾ ഈ സാമൂഹികപരമായിട്ടുള്ള ഇങ്ങനെ ഞാൻ പറയുന്നത് സമൂഹത്തിലെ ഒത്തിരി വിഷയങ്ങൾ സമൂഹത്തെ മോശമായി ബാധിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്. അങ്ങനെ ഒരു വിഷയമായിട്ട് ഇത് കണ്ടുകൊണ്ട് ഇതിനെ പഠന വിധേയമാക്കി ഇതിനെ നല്ലൊരു റിപ്പോർട്ടാക്കി മാറ്റിയിരിക്കുന്ന ഒരു സംഭവം എൻ്റെ അറിവിലില്ല. ഉണ്ടോ ജസ്റ്റിൻ? നിലവിലില്ല. നിലവിലില്ല. പക്ഷെ അതിനോടൊരു വിയോജിപ്പ് എനിക്കുള്ളത്, ഇപ്പം വടി കൊണ്ട് അടിച്ചാൽ വേദനിക്കും എന്നുള്ളത് ഞാൻ പ്രബന്ധം ഒരു ഗവേഷണം നടത്തി പഠിച്ചവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. തല്ലി കിട്ടിക്കഴിയുമ്പം എനിക്ക് വേദനിക്കും. എനിക്കറിയാം ആ വടിയുടെയും ഒക്കെ ഗാംഭീര്യവും കനവും അതിൻ്റെ വടിയുടെ കനം കൂടുന്നതനുസരിച്ച് അടിയുടെ വേദന കുറയോ കൂടുമോ എന്നുള്ളതും അത് നമ്മുടെ ശരീരത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് ക്ഷതം എത്രയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം ഇവിടെ ജനം പ്രതികരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒത്തിരിയേറെ പേര് അനുഭവസ്ഥരുണ്ട്. മിക്ക മേഖലകളിലും ധാരാളം അനുഭവങ്ങളുണ്ട്. വേദനിക്കുന്ന അമ്മമാരുണ്ട്, അതോടൊപ്പം തന്നെ കണ്ണീരോടെ ജീവിക്കുന്ന അപ്പന്മാരുണ്ട്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇനി ഒന്നും തിരിച്ചു വരാൻ യാതൊരു സാധ്യതയില്ല, അങ്ങനെ കൈവിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പം അവരുടെ അനുഭവങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നടത്തുന്ന ഏത് വലിയ പ്രബന്ധത്തെ ഒരു ഗവേഷണത്തെക്കാളും ഒക്കെ വലിയൊരു സംഭവം. പക്ഷെ പിന്നെ ഇവിടെ അതൊരു സെറ്റ് ഓഫ് ആളുകൾക്ക് മാത്രം എത്തുന്ന കാര്യമല്ലേ. ആളുകളിലേക്ക് എത്തും. പൊതുസമൂഹം എപ്പോഴും ചോദിക്കും തെളിവ് എന്ത് ചെയ്യുന്ന ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായ ഇത് അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഇപ്പൊ ആ ടേമിൽ പോലും പ്രശ്നമാണെന്നാണ് പറയുക. അങ്ങനെ ഒരു കേസ് നമുക്ക് ഇന്ത്യയിലോടത്തും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലവ് ജിഹാദ് എന്ന കേസ് നമുക്കില്ല, അല്ലെ? അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഓഫൻസിനകത്ത് വരുന്നില്ല. ഒഫൻസീവ് അല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതിനെ രേഖപ്പെടുത്തപ്പെടുകയും ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യേണ്ടതല്ല. ആളുകളുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പം ഞാനിപ്പോ ഈ ഫിലിമിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് BJP ആണ്. അപ്പൊ BJP വളരെ എളുപ്പത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ശിക്ഷാ നിയമത്തിനകത്ത് ഈ ലവ് ജിഹാദ് ശിക്ഷിക്കപ്പെടുന്ന ഒരു ക്രൈമായിട്ട് അമെൻഡ് ചെയ്ത് കയറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അതിലേക്ക് ഗവൺമെൻറ്റുകൾക്ക് പോകാം, ഗവൺമെൻറ്റുകൾ ചെയ്യണം. പിന്നെ നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് എത്രമാത്രം ലവ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നുണ്ട്, ഇതിനകത്ത് 90% ലവ് ഇല്ല. അതിനെ ആരോ പ്രണയക്കണിത എന്ന് വിളിച്ചെന്ന് മാത്രം, പ്രണയ ജിഹാദ് എന്ന് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, പലതിനകത്തും പ്രണയമില്ല, പലതും ട്രാപ്പാണ്, പലതും ഐസ്ക്രീമിലും ജ്യൂസിലും ഒക്കെ ഇതൊക്കെ കൊടുത്തിട്ട് അതും ഇതും കൊടുത്തിട്ട് നമുക്കറിയാലോ. പല സ്ഥലത്തും കഞ്ചാവിൻ്റെ തൈലം പിടിക്കുന്നു, കഞ്ചാവ് കുരുവിട്ട് അടിച്ച് ജ്യൂസ് പിടിക്കുന്നു, ഡ്രഗ്സ് പിടിക്കുന്നു. ഇന്ന് വരെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികളല്ലാതെ ഈ കേരളത്തിൽ ധാരാളം നാർക്കോട്ടിക് കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് ക്യാരിയർമാരായിട്ട് നല്ലൊരു ശതമാനം ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിലാണ്. ആ മതവിഭാഗത്തിൽ ഒരു പെൺകുട്ടിയെ പോലും ഇന്ന് വരെ ഈ നാർക്കോട്ടിക് കേസുകളോ ഡ്രഗ് കേസുകളോ കാരിയർമാരായിട്ടോ സെയിൽ ചെയ്യുന്നവരായിട്ടോ പിടിക്കപ്പെട്ടിട്ടില്ല. പിടിക്കപ്പെടുന്ന മുഴുവൻ ആരാ? മറ്റ് 2 സമൂഹങ്ങളിലെയാണ്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അത് അനുഭവസ്ഥരുടെ എണ്ണം ഇവിടെ ധാരാളം ഉണ്ട്. അവരുടെ വേദനകളാണ് നമ്മൾ പഠന വിഷയമാക്കേണ്ടത്. അവരുടെ വേദനകൾ പുറത്ത് ഇരിക്കുന്നിടത്തോളം കാലം അങ്ങേക്കിത് അടുത്തറിയാവുന്നത് കൊണ്ട് അങ്ങേക്കിത് കൃത്യമായി ഉള്ളിൽ നിന്ന് പറയാൻ സാധിക്കും. അത് പുറത്ത് വരാത്തിടത്തോളം കാലം അതിനെ നമുക്ക് എത്രത്തോളം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെയാണ് ആന്റണി സച്ചിന്റെ നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നത്. ഇത് പ്രബന്ധങ്ങളായിട്ട്, ഗവേഷണ പ്രബന്ധങ്ങളായിട്ട്, തീസിസുകളായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിക്കപ്പെടുമ്പോൾ ഇതൊരു പഠന വിഷയമായിട്ട് വീണ്ടും ചിതറിക്കപ്പെടും, അനേകരിലേക്ക് എത്തും. അപ്പോൾ ഇത് ലോകത്തിന് ചർച്ച ചെയ്യാം, സമൂഹത്തിന് ചർച്ച ചെയ്യാം. പക്ഷേ അതിനുമുപരിയായിട്ട് നമ്മൾ മലയാളികൾ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ വേദനകൾ പഠിക്കാൻ നിന്നാൽ ധാരാളം ഗവേഷണ പ്രബന്ധങ്ങൾ നമ്മുടെ നാട്ടും പുറത്തു നിന്ന് പോലും പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ജാതിയും മതവും നിറവും വർണ്ണങ്ങളും ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നതാണ് ദ കേരള സ്റ്റോറി എന്ന കാലങ്ങളായി നമ്മൾ കൊണ്ടുവരുന്ന പാരമ്പര്യം നമുക്കറിയാം. പക്ഷേ കേരളം തീവ്രവാദത്തിന്റെ ഹോട്ട്സ്പോട്ടായി മാറുമ്പോൾ, ഇവിടെയുള്ള ആളുകൾ വലിയ തീവ്രവാദ പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുമ്പോൾ കേരള സ്റ്റോറി ഒരു കെട്ടുകഥയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് നമ്മൾ മുന്നിലേക്ക് എടുത്തിടേണ്ടത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടതിൽ
എതിർക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അതിനെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത, ഉത്തരവാദിത്വം എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കുന്നു, ഇതൊക്കെ നിഷ്പക്ഷമായ കേരള സമൂഹം ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ദ ഫയർ റൂമിന് പറയാനുള്ളത്. ഫയർ റൂമിന്റെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.